പ്രിയക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയനായ കോറെപ്പിസ്കോപ്പ അച്ഛൻ, സമാദരണീയനായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ഷമ്മാശൻ, കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ സഭ ആഗമനമായി വലിയ ഒരു യാത്രയ്ക്കായി ഒരുങ്ങുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ ജീവദായകമായ കഷ്ടാനുഭവത്തെയും ജീവദായകവും പ്രത്യാശ നിർഭരവുമായ പുനരുദ്ധാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ നാം ഒരുങ്ങുകയായി. ഈ ദിവസങ്ങളിൽ നമുക്ക് മുമ്പ് ഈ പാതയിൽ സഞ്ചരിച്ച് നമുക്കായി ഈ പാതയെ സുഗമമാക്കി തീർത്ത എല്ലാവരെയും സ്നേഹത്തോടും നന്ദിയോടും നാം ഓർക്കുന്ന ദിനങ്ങളാണ്. ഈ കർത്ത ദിവസം കർത്താവിൻ്റെ ശുശ്രൂഷകരായിരുന്ന ദൈവജനത്തെ ആത്മീയ പുൽമാലികളിൽ പരിപോഷിപ്പിച്ച എല്ലാ ആത്മീയ പിതാക്കന്മാരെയും നാം സ്മരിക്കുകയാണ്. കൊഹനെ ഞായറാഴ്ച വൈദികരുടെ ആചാര്യശ്രേഷ്ഠന്മാരുടെ ഓർമ്മ നിർവഹിക്കുന്ന ദിനമായി ഇന്ന് വേർതിരിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷം. സെയിന്റ് മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 42 to 51. കർത്താവ് നൽകുന്നതായ ശ്രദ്ധേയമായ ഒരു മുന്നറിയിപ്പ് ആർക്കും അവഗണിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് കൽപ്പിച്ചരുളി ചെയ്യുകയാണ്, ഏത് സമയത്താവുന്നു നിങ്ങളുടെ യജമാനൻ വരുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതിനാൽ നിങ്ങൾ ജാഗ്രതയോടുകൂടെ ഇരിപ്പീൻ. വളരെ വ്യക്തമാണ്. നമ്മുടെ യജമാനൻ വീണ്ടും വരുമെന്ന വാഗ്ദത്തം നമുക്ക് നൽകുകയും താൻ ഇരിക്കുന്നിടത്ത് നമ്മൾ വിരിക്കേണ്ടതിന് നമുക്കായി പാർപ്പിടം ക്രമീകരിക്കുവാൻ വേണ്ടി പോയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹാ തമ്പുരാനാണ്. കർത്താവിൻ്റെ വരവ് സുനിശ്ചയമാണെങ്കിലും എപ്പോൾ സംഭവിക്കുമെന്ന് വ്യക്തമായി പറയുന്നില്ല. തമ്പുരാന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാക്കുന്നത് സ്വർഗത്തിലെ മാലാഖമാരും പുത്രൻ തമ്പുരാൻ തന്നെയും അത് അറിയുന്നില്ല. എങ്കിലും അത് വളരെ സുനിശ്ചയമാണ്. ദൈവം തൻ്റെ പുത്രനെ ഒരിക്കൽ കൂടി ഈ ഭൂമിയിലേക്ക് അയക്കും. നമ്മളെല്ലാം വീണ്ടുകൊള്ളുവാൻ വേണ്ടി, നമുക്കെല്ലാവർക്കും പ്രതിഫലം നൽകുവാൻ വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന യേശു തമ്പുരാൻ വീണ്ടും വരും. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ജീവിതാനുഭവം കർത്താവ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യജമാനൻ ഒരു ഭവനത്തിൽ എപ്പോഴാണ് കള്ളൻ അതിനെ ആക്രമിക്കുകയും അതിന് തുരങ്കം വയ്ക്കുകയും അതിൽ നിന്ന് എല്ലാം മോട്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തതെന്ന് അറിയാമെങ്കിൽ അവൻ ജാഗ്രതയോടെ ഇരിക്കുകയും അതിനെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. മാറി വരുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ക്രമത്തിൽ കർത്താവ് പറഞ്ഞ ഈ വാക്ക് തന്നെ വളരെ അർത്ഥഗർഭമാണ്. ഒരു ഭവനത്തിലുള്ള ആൾ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ ആ ഭവനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായ നേട്ടം ആ ഭവനത്തെ നശിപ്പിക്കുന്നത് കൊണ്ട്, അതിലൊരു അംഗത്തെ, അവരുടെ ജീവിതത്തെ മറ്റു തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കുമെന്ന് വന്നാൽ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാതാകുകയും സ്വന്തം ഭവനമാണെന്നറിയാതെ തന്നെ അതിനെ പ്ലണ്ടർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് സംജാതമാണ്. ഇത് കുറച്ചുകൂടെ സത്യസന്ധവും നീതിയുക്തവും സാമൂഹ്യ വ്യവസ്ഥയെ
ബഹുമാനിക്കുകയും ചെയ്യുന്ന മാന്യരായ വ്യക്തികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെയൊന്ന് കേട്ട് കണ്ട് അനുഭവിച്ച് നമുക്ക് പരിചയമില്ലല്ലോ എന്ന് വെച്ച് കർത്താവ് പറയുന്നതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലൊക്കെയും സമൂഹം ഉന്നതി പ്രാപിക്കുകയോ വ്യത്യാസം വരികയോ ചെയ്യുമ്പോൾ ഒരുവന്റെ സ്വന്തം ഭവനത്തെ അവൻ തന്നെ തുരങ്കം വെച്ച് അതുകൊണ്ട് സാമ്പത്തിക നേട്ടം നേടുവാൻ തക്കവണ്ണം പലരും ശ്രമിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ നാം വിചാരിക്കാത്ത സമയത്തും നാം നനയ്ക്കാത്ത വേളയിലും വന്നാൽ അവനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഭൂമിയിലുണ്ടോ? അതിനുവേണ്ടി ഒരുങ്ങുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ നമ്മൾ ഇരിക്കേണ്ടത്? അപ്പം അത് മറന്നുപോയതുപോലെയാണ്. 2 വാക്കുകൾ പ്രത്യേകമായി തമ്പുരാന്റെ തിരുവചനത്തിൽ ഉണ്ട്. ഒന്ന്, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു മുന്നറിയിപ്പ് കൂടാതെ, ഒരു പ്രബോധനം, ഒരു ഉത്ബോധനം കൂടാതെ നമ്മളെല്ലാം ജാഗരൂകരായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യത്തിലും നമുക്ക് ശ്രദ്ധയുണ്ട്, പല കാര്യങ്ങളും നമുക്ക് അതീവമായ ശ്രദ്ധ തന്നെയുണ്ട്. പക്ഷേ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോടും നമ്മളോടും കൽപ്പിക്കുന്നത് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ജാഗ്രതയിൽ 2 കാര്യമുണ്ട്. ബാഹ്യമായ ഒരു ഇടപെടലോ ബാഹ്യമായ ഒന്നിനെക്കുറിച്ചുള്ള നിതാന്ത ജാഗ്രത നമുക്കുണ്ടാകണം. ആന്തരികമായുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയും താല്പര്യവും സമർപ്പണവും ഉണ്ടാകണം. 2 കാര്യമാണ്. അതുകൊണ്ട് ചിലരൊക്കെ പറയും, എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഡ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആന്തരികമായ കാര്യമാണ്. അതിൽ തന്നെ ശ്രദ്ധയില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ അനുഗ്രഹപൂർണമായി നടത്തുന്നതിന് ചുമതലകളുള്ളതായ ആളുകളില്ലേ നമുക്ക്? ഉണ്ട്. ഒരു ഭവനമാണെങ്കിൽ ഒരു പിതാവായി മാറിയെങ്കിൽ ഒരു പിതാവിൻ്റെയും ആ ഭവനത്തിൻ്റെ ഉടമസ്ഥനാകുന്ന ഒരു മാതാവായെങ്കിൽ ആ മാതാവായി എന്ന ചുമതലയും ആ വീട്ടിൻ്റെ നടത്തിപ്പുകാരി എന്ന ചുമതല. ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിൽ അധ്യാപകന്റെ ചുമതല. സമൂഹത്തിൻ്റെ ഏത് സ്ഥാനത്താണെങ്കിലും അങ്ങനെയുള്ള ചുമതല. ദൈവം വിളിച്ച സഭാ ശുശ്രൂഷയിലാണെങ്കിൽ ആ വിളിയുടെ മഹത്വത്തിനനുസരിച്ചുള്ളതായ ജാഗ്രത. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആ വിളിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ആന്തരികമായി നാം എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കുമ്പോൾ തന്നെ ബാഹ്യമായ ഒരു ലോകത്തേക്കും കൂടെ നമുക്ക് നോക്കാൻ സാധിക്കണം. അഗോചരമായ ഒരു ലോകം, ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതായ അദൃശ്യമായ ഒരു ലോകം, ആ ലോകത്തിൽ നിന്നാണ് യേശു തമ്പുരാൻ, സ്വർഗരാജ്യത്തിൽ നിന്നാണ്, സ്വർഗലോകത്തിൽ നിന്നാണ് യേശു തമ്പുരാൻ മഹത്വത്തോടുകൂടി അവൻ്റെ പ്രഭാവത്തോടുകൂടി ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ 2 തരത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരായി തീരണം. We must be vigilant in discharging our responsibility for whatever vocation God has given us. Internally and externally we have to be very vigilant in receiving the Master and the Lord. ആന്തരികമായ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നല്ല സർട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ലഭിക്കുമെങ്കിലും ഇതിനപ്പുറത്തുള്ള ലോകത്തിൽ നിന്ന് യേശു ക്രിസ്തു വരുമെന്നുള്ള നിതാന്ത ജാഗ്രതയോടെ ഇരിപ്പാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമം ഗ്രിഗോറിയോസ് എന്ന വാക്കാണ്. ഗ്രിഗോറിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജാഗ്രതയുള്ളവൻ, ശ്രദ്ധയുള്ളവൻ, ഉണർന്നിരിക്കുന്നവൻ എന്നാണ്. ഗ്രിഗറിയസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. ഈ വാക്ക് സംജാതമായിരിക്കുന്നത് യേശു തമ്പുരാൻ ഇവിടെ ഉപയോഗിക്കുന്നതായ ഒരു വാക്ക്, അത് പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയറ്റെ, നിങ്ങൾ ജാഗ്രതയുള്ളവരായി തീരണമെന്ന് ഇമ്പരേറ്റീവിൽ ഉപയോഗിക്കുന്നതായ, നിർദ്ദേശകമായി നൽകുന്നതായ ഒരു അരുളപ്പാടാണ്. We have to be vigilant. You have to be careful.
You have to be very conscious and very cautious. ഇതെല്ലാം ചേർന്ന് നമ്മളെപ്പോഴും യജമാനന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ യജമാനന്റെ വാക്കിന് വില കൊടുക്കാത്തവർ, യജമാനന്റെ വാക്ക് ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്തവർ, യജമാനന്റെ വാക്കുകൾ തൻ്റെ ജീവിതത്തിന്റെ മാർഗദീപമായി സ്വീകരിക്കാത്ത ആളുകൾക്ക് ഈ ലോകത്തിലെ തീറ്റിയിലും കുടിയിലും ആഡംബരത്തിലും ഭ്രമത്തിലും സുഖലോലുപതയിലും സുഖസുഷുപ്തിയിലും ജീവിക്കുവാൻ ഇന്ന് ഇതിനു മുമ്പുള്ളതിനേക്കാൾ ഭൗതികമായി സർവവും നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള ആളുകൾ പറയും, ദൈവവിചാരം വേണ്ട, അത് വരുമെന്ന് പറഞ്ഞത് താമസിക്കുന്നതുകൊണ്ട് തൽക്കാലം നമുക്കത് മറക്കാം. പിന്നെന്തോ ചെയ്യണം? നമുക്ക് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം. മനുഷ്യൻ അമിതമായി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അവൻ്റെ നിലയും മാന്യതയും ഒക്കെ വിട്ട് പരസ്പരം മല്ലടിക്കുകയും പരസ്പരം പോർ വിളിക്കുകയും തമ്മിൽ തല്ലുകയും ചെയ്യും. അങ്ങനെ യജമാനന്റെ വചനത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത മനുഷ്യർ മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്ത് തങ്ങൾ അറിയാത്ത നാളിൽ യജമാനൻ വരുമ്പോൾ അവരെ നിന്ദ്യരായി കണ്ടിട്ട് അവരുടെ ബന്ധം ഈ ലോകത്തിൽ നിന്ന് അവസാനിപ്പിക്കും. എന്താണ് ദൈവം, എന്താണ് ആദ്യത്തെ സൃഷ്ടി തന്നെ ആദമും ഹൗവയും തന്നെ ചെയ്തത്? ദൈവത്തിൻ്റെ വചനം അവർ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവ സംസർഗത്തിൽ നിന്ന്, ദൈവബന്ധത്തിൽ നിന്ന് അവർ സ്വയം ഒളിച്ചോടി. They distanced themselves from the presence of God. ഒരു മനുഷ്യനെ നേരിടാവുന്ന മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവലാതിയും വേവലാതിയും പ്രയാസവുമായി തീരുന്നത് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ബന്ധങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് നമ്മൾ ഏകാകികളായി നമ്മൾ ഒറ്റപ്പെട്ടവരായി തീരുന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. ഇന്നൊരു മനുഷ്യൻ ഏകാഗിയായി ഒരിടത്ത് ആകുന്നുവെന്ന് പറഞ്ഞാൽ അവന് പുറംലോകവുമായി ബന്ധപ്പെടാൻ ധാരാളം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അകമ്പടിയുണ്ട്. അതെല്ലാം ഒന്ന് കട്ടാക്കും. We will be cut off from all the privileges that we enjoy. All that we feel that we are part of the communion and the community. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒന്നിൻ്റെ പങ്കാളിത്തത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായി വിച്ഛേദിച്ച് അവരെ കപടഭക്തന്മാരുടെ കൂട്ടത്തിലാക്കുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുകയും ചെയ്യും. അവിടെ അതേ ഉള്ളൂ, അവിടെ കരച്ചിലേ ഉള്ളൂ, പല്ലുകടിയേ ഉള്ളൂ, മറ്റ് സന്തോഷങ്ങളില്ല. ജാഗ്രതയോടെ ഇരിക്കുന്നവന് ഒരിക്കലും അസ്തമിക്കാത്ത അവസാനിക്കാത്ത നിത്യമായ സന്തോഷവും സമാധാനവും ആനന്ദവും സംസർഗവും ഉണ്ടാവും. എന്നാൽ യേശുതമ്പുരാന്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കാത്തവൻ, അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമീകരിക്കാത്തവർ കപടഭക്തന്മാരുടെ ഭക്തിയുടെ വേഷം കെട്ടി ഭക്തിയുടെ നിന്ന് അകന്നു പോകുന്നവരുടെ കൂട്ടത്തിലാകുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ രണ്ട് തരത്തിലുള്ള ജീവിത മാർഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുകയാണ്. തൻ്റെ വചനങ്ങൾക്ക് ബഹുമാനം നൽകി താൻ നൽകിയിട്ടുള്ളതായ നിർദ്ദേശങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു ബൈലൈനായി സ്വീകരിക്കുന്ന, ഒരു ബ്ലൂ പ്രിൻ്റായി സ്വീകരിക്കുന്ന വിധേയത്വമുള്ള ഭക്തരായ ആളുകൾക്ക് എന്നും സന്തോഷവും ആമോദവും ആനന്ദവും ലഭിക്കും. യജമാനൻ വരുമ്പോൾ അവർക്ക് വലിയ പ്രതിഫലം നൽകുകയും നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നമ്മൾ ഏത് തരത്തിലുള്ള ജീവിതത്തെ വിഭാവനം ചെയ്യുന്നു? എന്നാൽ ചിലർ ഇതിൻ്റെ കാലതാമസം, കാലവിളംബം ഉണ്ടാകുമ്പോൾ ആ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട് ലോകമയന്മാരായി ഈ ലോകത്തിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ആമോദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുമ്പോൾ നിത്യമായ സന്തോഷത്തിൽ നിന്ന് നാം വേർപെട്ടു പോവുകയും ചെയ്യും. ഇതൊരു ഭയാനകമായ ജീവിത അനുഭവമാണ്. ആർക്കും ആ ഒരു ഗതി വരാതെ ഇരിപ്പാൻ നിതാന്ത ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും നമുക്ക് ആയിരിക്കാം. ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ ശുശ്രൂഷിപ്പാനായി ദൈവത്തിൻ്റെ കരുണയാലും അതുല്യമായ കൃപയാലും അതിലുപരിയായ ആഴമേറിയ സ്നേഹത്താലും വിളിച്ചു ചേർക്കപ്പെടുന്നതായ പ്രത്യേക
ജീവിതത്തെയാണ് പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്നത്. വളരെ പ്രത്യേകതയുള്ള ജീവിതമാണ്. ഏറ്റവും പ്രധാനമായി അവർ മധ്യസ്ഥരാകുന്നു. പഴയ നിയമത്തിൽ പൗരോഹിത്യത്തിന് പല ക്രമമുണ്ട്, പല ഉറവിടങ്ങളുണ്ട്. അത് അഹ്റോന്റെ ആയാലും ലേവിയുടെ ആയാലും പിന്നെ മൽക്കീസദേക്കിൻ്റെതായ ആരംഭവും അവസാനമില്ലാത്ത ഒരു ക്രമമായാലും അതിന് പ്രധാനപ്പെട്ട ചുമതല ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ നിൽക്കുക, മധ്യസ്ഥനാകുക. We all are called to be the mediator between God and human being and this creation. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. നല്ലത് മാത്രമല്ല, പാപമോചനം നൽകുക എന്ന ഒരു വലിയ ശുശ്രൂഷ, ഒരർത്ഥത്തിൽ ഒരു അധികാരം ദൈവം തിരിഹിതമായി തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടതായ വൃതന്മാർക്ക് നൽകിയിരിക്കുന്നതാണ്. And what is the basis of the priesthood in the New Testament times? പഴയതിൻ്റെ തുടർച്ചയായി തുടക്കമല്ല. അജ്ഞത മൂലവും വേണ്ടത്രതായ അടിസ്ഥാനവുമില്ലാത്ത ആളുകൾ യേശുദമ്പുരാനെ ക്രൂശിച്ചപ്പോൾ പുരോഹിതരും മഹാപുരോഹിതന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അല്പമെങ്കിലും ഈ കാര്യം മനസ്സിലാക്കുന്നവർക്കറിയാം, അതിൻ്റെ പിന്തുടർച്ചയല്ലല്ലോ അപ്പോസ്തലന്മാർ, അല്ല, അതിൻ്റെ പിന്തുടർച്ചയല്ല ക്രിസ്തീയ സഭയിലെ പൗരോഹിത്യവും. മൂന്നാമത്, പൗരോഹിത്യ ധർമ്മം എന്നാൽ വിശുദ്ധ ധൂപമണച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ലോകത്ത് മനുഷ്യരായ നമുക്കെല്ലാവർക്കുമുള്ള ഒരു വലിയ പ്രതിസന്ധി, ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ കൂട്ടാക്കുന്നില്ല. സൽപ്രവർത്തികൾ ധാരാളം ചെയ്ത് ആളുകളെ പ്രീതി നേടാനും ആളുകളുടെ ജീവിതം നല്ല സന്തോഷപ്രദമാക്കാൻ ഭൗതികമായ കാര്യത്തെക്കുറിച്ച് ജാഗ്രതയുണ്ട് ലോകത്തിലെ മനുഷ്യർക്കല്ല. പക്ഷേ ദൈവത്തെ നാം ഉണരുമ്പോൾ ആദ്യമായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടേതുപോലെ നല്ല ആരാധനാ പാരമ്പര്യമുള്ള പൗരോഹിത്യ പാരമ്പര്യമുള്ള ഒരു സഭയെ സംബന്ധിച്ച് നാം വ്യക്തികളായി ഒട്ടും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നല്ല വ്യക്തമായ നിലയിലുള്ള ആരാധനാക്രമം നമുക്കുണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. എത്ര ഭവനങ്ങളിൽ എത്ര ആളുകൾ ഇത് സ്നേഹത്തോടെ എൻ്റെ സൃഷ്ടാവായ ദൈവത്തെ, എൻ്റെ രക്ഷകനായ ദൈവത്തെ, എനിക്കിതിനേക്കാൾ മഹത്തായ അനുഭവം തരാൻ പോകുന്ന എൻ്റെ കർത്താവിന്, എൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിയും സ്തോത്രവും തൃത്വത്തിനായി നൽകും എന്ന് പറഞ്ഞ് സ്വയമേവ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കാൽവറിയിലേക്കുള്ള യാത്രയിൽ, അനന്തരം കർത്താവിൻ്റെ പുനരുദ്ധാന മഹാസന്തോഷത്തിലേക്കുള്ള യാത്രയിൽ, ഈ തീർത്ഥയാത്രയിൽ നമുക്ക് മുമ്പ് നടന്ന് ദൈവജനത്തിന് വേണ്ടി മധ്യസ്ഥനാകുകയും ദൈവജനത്തിന് വേണ്ടി പാപമോചനം നൽകുകയും ദൈവജനത്തിന് വേണ്ടി വിശുദ്ധ ധൂപം അർപ്പിച്ച് ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ പ്രാർത്ഥനകൾ അർപ്പിച്ച എല്ലാ ആചാര്യശ്രേഷ്ഠന്മാരെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം. അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അണയ്ക്കുകയും ചെയ്യാം. ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിൽ ഒന്നാണ് പൗരോഹിത്യ ജീവിതം. പുരോഹിതനെന്നാൽ ഹിതം മുന്നമേ അറിയുന്നവനാ. ദൈവഹിതം മുന്നമേ അറിയുന്നു, ദൈവജനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിലും ദൈവജനത്തിൻ്റെ മുമ്പിലും തങ്ങളുടെ ജീവിതം തിരുമുൾക്കാഴ്ചയായി സത്യസന്ധതയോടെ പവിത്രതയോടെ വിശുദ്ധിയോടെ അർപ്പിക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ആ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയാണ് ഈ ക്രിസ്തീയ സഭ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കർത്താവായ യേശുമിശിഹ പുനരുദ്ധാനം ചെയ്ത് തൻ്റെ ശിഷ്യന്മാരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കാതെ കെട്ടപ്പെട്ടിരിക്കുമോ അത് കെട്ടപ്പെട്ടതായിരിക്കും. നമുക്ക് ലഭിച്ച വചന വെളിച്ചത്തിൽ കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ആരും, സാധാരണ ആളുകൾ ഇത് കണ്ടിട്ട് മുറുമുറുക്കുകയോ അസൂയപ്പെടുകയോ ബദലാകുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തമ്പുരാൻ
അവനിഷ്ടമുള്ള ശിഷ്യന്മാർക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി, ദൈവത്തിൻ്റെ കരുണയെ പ്രതി, ദൈവത്തിൻ്റെ കൃപയെപ്പറ്റി ചിന്തിച്ചിട്ട് ഇത് ദാനമായി ലഭിച്ചു, ദാനമായി നൽകുവാൻ തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നവരുടെ ഒരു ശുശ്രൂഷയായി നമുക്ക് സ്വീകരിക്കാൻ തക്കവണ്ണം സാധിക്കും. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഉയരത്തിലേക്ക് പോകുന്ന കർത്താവ് തൻ്റെ കരങ്ങൾ ഉയർത്തി തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തു ആരംഭവും അവസാനവും ഇല്ലാത്ത മൽക്കീസദേക്കിന്റെ ക്രമത്തിലുള്ളതായ ഒരു മഹാപുരോഹിതനായി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടെ മധ്യസ്ഥത അണയ്ക്കുകയും അവൻ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനാകുന്നു. മറ്റാർക്കും സ്വീകരിക്കാൻ കഴിയാത്തതായ ഒരു പൗരോഹിത്യ ക്രമമാണ് ക്രിസ്തു ചെയ്തത്. പുരോഹിതനായ ഞാൻ, മഹാപുരോഹിതനായ ഞാൻ ദൈവജനത്തിന്റെ പാപമോചനത്തിനായി സ്തുതിബലികളെ അർപ്പിക്കുകയും അതിൻ്റെ പങ്കാളിയായി തീരുകയും ചെയ്യുന്നുവെങ്കിൽ യേശു തമ്പുരാൻ ഈ ലോകത്തിൽ വന്ന് താനാകുന്ന പുരോഹിതൻ, താനാകുന്ന മഹാപുരോഹിതൻ തൻ്റെ ശരീരമാകുന്ന ഈ സ്വത്വത്തെ നമുക്കായി ഭാഗിച്ച് ശരീരം ഭക്ഷണമായും പാനീയമായും രക്തം നൽകുകയും ചെയ്തുവെന്ന അതുല്യമായ, അനുകരിക്കുവാൻ കഴിയാത്ത, ആവർത്തിക്കാൻ കഴിയാത്ത അതിശ്രേഷ്ഠമായ ഒരു പൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് നിർവഹിപ്പാൻ തക്കവണ്ണം തന്നു. കർത്താവ് കരമുയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചത് കർത്താവ് മഹാപുരോഹിതനായി തീരുകയും ശിഷ്യന്മാർക്ക് പൗരോഹിത്യ ആ ചുമതല നൽകുകയും ചെയ്തുവെന്ന് ആദിമ സഭയിലെ പിതാക്കന്മാർ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും അടുത്ത കാലത്തൊക്കെ ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ ഈ കൈ ഉയർത്തി ഒരുവൻ മറ്റൊരാളെ അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരു പേട്രിയാർക്സ്, നമ്മുടെ ഗോത്രപിതാക്കന്മാർ തങ്ങളുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയും കരമുയർത്തി അനുഗ്രഹിക്കുന്നതിൻ്റെ തുടർച്ചയായി യേശു തമ്പുരാൻ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ കരമുയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയാണ്. ആ നൽവരം സ്വീകരിച്ചതായ കർത്താവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഉൾപ്പെടുന്നതായ ആ മഹാശ്രേഷ്ഠന്മാരായ ശ്ലീഹന്മാർ നമുക്ക് കൈമാറ്റം തന്ന മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക, പൗരാണിക, കാതോലിക, ഏക വിശുദ്ധ സഭയിലെ അംഗങ്ങളായി പിന്തുടർച്ചക്കാരായി നമ്മൾ വരുമ്പോൾ ഈ പൗരോഹിത്യ ശുശ്രൂഷയോട് സ്നേഹവും ബഹുമാനവും ആദരവും നമുക്കുണ്ടാകാം. അതിനായി വിളിവ് ലഭിച്ചതായ ഞാൻ ഉൾപ്പെടുന്നതായ എല്ലാ ദൈവിക പുരുഷന്മാർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുവാനും നിങ്ങളുടെ കരുതലും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥന മൂലം ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനും നമ്മുടെയും വിശുദ്ധിയോടുകൂടി വിശുദ്ധമായി ചേർന്ന് ദൈവത്തെ ശുശ്രൂഷിക്കാൻ കഴിയുകയും ചെയ്യട്ടെ. ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്നത് കൊഹൻ എന്ന വാക്കാണ് ഒരു പുരോഹിതന്. സുറിയാനി ഭാഷയിൽ കൊഹനെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ ഹീബ്രു ഭാഷയ്ക്ക് തത്തുല്യമായി ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹൈറോസ് ഹൈറോസ്. അതെന്താണ്? ഹൈറാർക്കി എന്ന പദവും വരുന്നു. ഹൈറോസ് മീൻസ് എ പ്രീസ്റ്റ്. ആ വാക്ക് ഉണ്ടാകുന്നത് ഹൈറോസ് എന്ന അഡ്ജക്റ്റീവിൽ നിന്ന്. ആ വാക്കിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഹോളി, വിശുദ്ധം. വിശുദ്ധരാകുവാൻ നമ്മളെ ദൈവം വിളിച്ചു. അതിനേക്കാൾ വിശുദ്ധി എനിക്ക് ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധമായ, സമർപ്പണമായ, ത്യാഗപരമായ, യാഗസമർപ്പിതമായ ജീവിതത്തോടെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ജീവിതത്തിൻ്റെ നിർണായകമായ എല്ലാ ഘട്ടത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിന് വേണ്ടിയുള്ള പ്രത്യാശ നൽകി നമ്മളെ ദൈവസുതന്മാരായി തീരുവാൻ അഭ്യസിപ്പിച്ച പിതാക്കളെ, മാതാക്കളെ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ മധ്യസ്ഥത നമുക്ക് തുണയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെയും നമ്മെയും തൻ്റെ മഹത്തായ പുനരാഗമനത്തിൽ അനിന്ദരായി കണ്ട ദൈവത്തെ ആരാധിക്കുന്ന വിളിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ ഗണത്തിലേക്ക് ചേർക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.